ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പുഴ കടന്നെന്ന സീരിയലിലെ അരവിന്ദൻ്റെയും മക്കളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ ഗംഗയും കൂട്ടിക്കൊണ്ട് വിനീത് പുറത്തേക്കൊന്ന് പോകാമെന്ന് കരുതുകയാണ്. ആ സമയത്ത് ആദ്യം നമുക്ക് തയ്യക്കടയിൽ നിന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി അവർ രണ്ടുപേരും കൂടി തയ്യക്കടയിലൊക്കെ വന്ന് കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ഗംഗ അവിടെ ഇരുത്തിയിട്ട് വിനീത് ചായ മേടിക്കാൻ താഴോട്ട് പോകും. ആ സമയത്താണ് വിനീതിൻ്റെ അമ്മ സുജാത അങ്ങോട്ട് വന്ന് ഗംഗയോട് സംസാരിക്കുന്നത്. അതും വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഗംഗയ്ക്ക് വലിയ വിഷമമാവുന്നുണ്ട്. ഗംഗയുടെ താലിമാല വരെ പിടിച്ച് പൊട്ടിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നിന്നെ ഉപേക്ഷിച്ച് എൻ്റെ മോൻ എൻ്റെ അടുത്ത് തിരിച്ചു വരുമെന്നൊക്കെ ഗംഗയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് നല്ല സങ്കടവും വിഷമമാവുന്നുണ്ട്. ഗംഗ കരഞ്ഞുകൊണ്ട് താഴോട്ടിറങ്ങി പോവുകയാണ്. ആ സമയത്താണ് ഗംഗയ്ക്കുള്ള ചായയായിട്ട് വിനീത് വരുന്നത്. അപ്പോഴത്തേക്ക് ബേബി ചേട്ടൻ പറയും, ഗംഗ എവിടെ ചേട്ടാന്ന് നോക്കിയപ്പോൾ അത് ഇവിടെ സുജാ ചേച്ചി വന്നിരുന്നു, ഗംഗയോട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചു, അവൾ കരഞ്ഞിപ്പോൾ താഴോട്ടിറങ്ങി പോയെന്ന് പറയും. ആ സമയത്ത് വിനീത് വന്നിട്ട് ഗംഗയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഗംഗ കരയാതെ, ഗംഗ അമ്മയുടെ സ്വഭാവം ഗംഗയ്ക്ക് അറിയാമല്ലോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ ഇന്ന് ഇങ്ങോട്ട് വരുമെന്ന്, അങ്ങനെ അറിഞ്ഞെങ്കിൽ ഞാൻ ഗംഗയും കൊണ്ട് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു എന്നൊക്കെ പറയും. ആ സമയത്ത് ഒരു കാർ അങ്ങോട്ട് വരുന്നത്. ആ സമയത്ത് കാറ് ബേബി ചേട്ടൻ പറഞ്ഞാൽ കൊള്ളാമല്ലോ വിനീതേ കാറ് എന്ന് പറയും. അപ്പോൾ ഗംഗയ്ക്ക് ഈ കാർ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കും. ആ ഇഷ്ടപ്പെട്ടു, കളറ് കൊള്ളാമെന്ന് ചോദിക്കും. ആ നല്ല കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഒരു പഴയ മോഡലിലുള്ള അത്യാവശ്യം കൊള്ളാവുന്നൊരു കാറാണ്. ഇഷ്ടപ്പെട്ടോ ബേബി ചേട്ടൻ പറയും, കാറിന് ഇച്ചിരി വില കൂടുതലാണ് വിനീതേ, അത് കുഴപ്പമില്ല. അപ്പോൾ ഗംഗ ചോദിക്കും, എന്താ വിനീതേട്ടാ, അത് ഈ കാറ് നമുക്ക് വേണ്ടി മേടിച്ചാന്ന് പറയും. നമുക്ക് വേണ്ടിയോ? പിന്നെ ഗംഗയ്ക്ക് ഇഷ്ടമില്ലേ കാറിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ? ഇഷ്ടമൊക്കെയാ. അതുകൊണ്ട് ഇനി നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചതാന്ന് പറയും. ഇനി ഈ കാറിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നതെന്ന് പറയും. അപ്പോൾ ഗംഗയ്ക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം ഗംഗ ഒരുപാട് ആഗ്രഹിച്ചാണ് വിദേശത്തൊക്കെ പോകണമെന്നും കാറിൽ യാത്ര ചെയ്യണമെന്നും ഒരുപാട് ഉയരങ്ങളിൽ പറക്കണമെന്നൊക്കെ ഗംഗയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. അരവിന്ദനോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം വിനീതിൽ നിന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. ഉടനെ പറയും, ബേബി ചേട്ടാ ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാമെന്ന് പറയും. അങ്ങനെ കാറിനകത്ത് ഗംഗയെ ഇരുത്തിക്കൊണ്ട് പോവുകയാണ്. ഗംഗയ്ക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടാവുകയാണ്. ആ സമയത്ത് വിനീത് കാറിലിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഗംഗ എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഗംഗയ്ക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. ഗംഗയും കൊണ്ട് കാറിലൊക്കെ യാത്ര ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറയും. എന്നാൽ ഗംഗ അങ്ങ് ചിരിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും പുറത്തൊക്കെ കറങ്ങിയതിന് ശേഷം വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിൽ വരുന്ന സമയത്ത് നിളക്കുട്ടി ഓടി വന്നിട്ട് ചോദിക്കും, ആഹാ കാറ്. അപ്പോഴത്തേക്ക് അതിൽ ഗംഗയും വിനീതും ഇറങ്ങി വരും. ഗംഗേച്ചി വിനീതേട്ടനും ഇവിടെ നടന്നില്ലേ പോയത്, പിന്നെ എങ്ങനെ ഇവർ കാറിൽ വന്ന്? വിനീതേട്ട ചേച്ചി എന്നുകൊണ്ട് ഓടി ചെല്ലും. ഏതാ വിനീതേട്ട ഈ കാറ്? ഇതോ? ഇഷ്ടപ്പെട്ട നിളക്കുട്ടിക്ക്? പിന്നെ നല്ല കാറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. ഇത് നമ്മുടെ കാറാണ്, നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി മേടിച്ചാന്ന് പറയും. ആണോ എന്ന് പറയും. യോ കാറ് എന്ന് പറഞ്ഞുകൊണ്ട് നിളക്കുട്ടി ഓടി വന്ന് കാറിലൊക്കെ ഇങ്ങ് പിടിക്കുകയാണ്. ആ സമയത്ത് സത്യമാണോ ഗംഗേച്ചി? വിനീതേട്ടൻ മേടിച്ചാൽ മോളെന്ന് പറയും. ഇനി ഈ കാറിൽ എനിക്കൊന്ന് കറങ്ങാൻ പോകണം, എന്നെ ഒന്ന് പുറത്ത് കറക്കാൻ കൊണ്ടുപോകും വിനീതേട്ട. പിന്നെന്താ, നിളക്കുട്ടിയെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. ആ സമയത്ത് ശാരദ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെന്താ കാറിലൊക്കെ? അമ്മേ ഇത് വിനീതേട്ടൻ മേടിച്ച കാറാ ഗംഗേച്ചിക്ക് വേണ്ടി. അപ്പോഴത്തെ ഗംഗ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് പറയും, ഇത് ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. വേണ്ട, അവരിപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നേ ഉള്ളൂ, ക്ഷീണം കാണും, നീ അകത്ത് പോയിരുന്നേ. എന്താ അമ്മ ഇത്? വിനീതേട്ട ബാ നമുക്ക് പോവാം. വിനീതേ നീ ഈ പെണ്ണിൻ്റെ താളത്തിൻ്റെ തുള്ളിയൊന്നും ചെയ്യണ്ട, പെട്രോളിനൊക്കെ ഭയങ്കര വില, എപ്പോഴും യാത്ര ചെയ്യുന്നപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം കാറെടുത്താൽ മതി. അത് സാരമില്ല അമ്മായി, നിളക്കുട്ടിയുടെ ആഗ്രഹമില്ല, ഞങ്ങളൊന്ന് ചുറ്റി അടിച്ചിട്ട് വരാമെന്ന് പറയും. അങ്ങനെ നിളക്കുട്ടിയും കൊണ്ട് വിനീത് പോവുകയാണ്. ആ സമയത്ത് അച്ഛമ്മ അങ്ങോട്ട് വരും. കാറോ? വിനീതേട്ടൻ മേടിച്ചാന്ന് ഗംഗ പറയും. കണ്ടോ വിനീതിൻ്റെ ഒരു മാറ്റം, കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവൻ ഗംഗയ്ക്ക് സമ്മാനമായിട്ട് കാറ് വാങ്ങിച്ചു കൊടുത്തു. അല്ലെങ്കിലും ഗംഗയെന്ന് വെച്ചാൽ വിനീതിന് ജീവന്. അന്നേ ഞാൻ പറഞ്ഞില്ലേ വിനീതിന് തന്നെ ഗംഗയെ കല്യാണം കഴിച്ച് കൊടുക്കണമെന്ന്. കണ്ടില്ലേ അവൻ്റെ ഒരു മാറ്റം? അവൻ ഗംഗയെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് അവൻ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത്. അല്ലെങ്കിൽ അവൻ ഒരു കാറൊക്കെ മേടിക്കുമോ? അതിനുള്ള അവനുണ്ടാവത്തില്ലെന്ന് പറഞ്ഞ്. എന്തായാലും ഗംഗയോട് അവന് വലിയ സ്നേഹമാണ് എന്ന് അച്ചമ്മ ഗംഗയോട് പറയും. ഗംഗയ്ക്ക് കേൾക്കുമ്പോൾ സന്തോഷമാവും. അതിനുശേഷം ഗംഗയും അകത്ത് കയറി പോവുകയാണ്. ആ സമയത്ത് ശാരദ പറയും, രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി. എൻ്റെ അരവിന്ദേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, വിനീതിനെ കൊണ്ട് തന്നെ ഗംഗയെ വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അരവിന്ദേട്ടൻ്റെ ആഗ്രഹം. ഗംഗമോളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതുകൊണ്ട് അന്നാ കല്യാണം നടക്കാതെ പോയെന്നൊക്കെ പറയും. ഇന്നെന്തായാലും അത് കറങ്ങിത്തിരിച്ച് അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ ചേരേണ്ടത് തമ്മിൽ ചേരത്തുള്ളൂ ശാരദയെ എന്ന്. അവർ തമ്മിൽ ചേരാനായിരുന്നു ഈശ്വര നിയോഗം, അതുപോലെ തന്നെ നടന്നു. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായി, തടസ്സങ്ങളൊക്കെ മാറി അവർ ഒന്നിച്ചു എന്ന് അച്ചമ്മ പറയും. അതിനുശേഷം നമ്മുടെ നിവിനെയും കൂട്ടിക്കൊണ്ട് കാവേരി പോകുന്നത് ജയപാലൻ വസ്തു മേടിച്ച ഓണറെ കാണാനാണ്, ശിവരാമന്. അങ്ങനെ ശിവരാമനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ജയപാലനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കാവേരി പറയും, സാർ നിങ്ങൾ ഇപ്പം വിറ്റെന്ന് പറഞ്ഞ 5 ഏക്കർ വസ്തു എൻ്റെ അച്ഛൻ മേടിക്കാനിരുന്നതാണ്. അതിനുള്ള പൈസയും ജയപാലൻ അങ്കിളിൻ്റെ കൊടുത്ത അച്ഛനാണ്, അച്ഛൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതെങ്ങനെ ജയപാലൻ അങ്കിളിൻ്റെ പേരിലായി ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ അച്ഛനാണ് അരവിന്ദൻ, അച്ഛൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ജയപാലൻ, നിവിൻ്റെ അങ്കിളാണ്. പക്ഷേ അയാൾ അച്ഛൻ്റെ പേര് വാങ്ങാനാന്ന് പറഞ്ഞ് അച്ഛൻ അയാളുടെ കയ്യിൽ പൈസ കൊടുത്തു, ഞങ്ങളെ കൊണ്ട് ചെന്ന് ആ പ്രോപ്പർട്ടി കാണിക്കുകയും ചെയ്തതാണ്.
പക്ഷേ എങ്ങനെയാണത് ജയപാലിൻ്റെ പേരിലായത് ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയും. അയാൾ എൻ്റെ അച്ഛനെ ചതിച്ചാണ് സാറെന്നൊക്കെ പറയും. കുട്ടി ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നിങ്ങളെ അച്ഛനെ എനിക്കറിയത്തില്ല. ജയപാലനാണ് എൻ്റെ അടുത്ത് വന്ന് വസ്തുവിൻ്റെ കാര്യമൊക്കെ അന്വേഷിച്ചത്. ജയപാലനാണ് പൈസ കൊണ്ട് തന്നതും അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞതും. അതുകൊണ്ട് ഞാൻ അയാളുടെ പേരിലാണ് വസ്തു രജിസ്റ്റർ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതിൽ അരവിന്ദൻ എന്ന് പറഞ്ഞ ഒരാളുടെ റോൾ എനിക്കറിയത്തില്ലെന്ന് പറയും. അരവിന്ദൻ എൻ്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന് ഒരു ആഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട കാശുണ്ടാങ്കിലെ ആ തോട്ടം മേടിക്കാനായിട്ട് ഇരുന്നത്. അതിൽ ചതി നടത്തിയാണ് ആ ജയപാലൻ എന്ന് പറഞ്ഞ അയാൾ എൻ്റെ അച്ഛനെ ചതിച്ചതാണ്. ആ ചതി താങ്ങാൻ പറ്റാതെ എൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അനാഥരായി പോയെന്നൊക്കെ പറഞ്ഞ് കാവേരി കിടന്ന് കരയാണ്. അപ്പോഴത്തേക്ക് ശിവരാമൻ പറഞ്ഞു, കുട്ടി കരയാതെ എന്ന് പറയും. എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ജയപാലിൻ്റെ പേര് ഞാൻ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുത്തുപോയി. അയാളാണ് കാശ് കൊണ്ട് തന്നതും അയാളുടെ പേര് വസ്തു എഴുതണമെന്ന് പറഞ്ഞത്. കാശ് കൊണ്ടുതരുന്ന ആളുടെ പേരിലായിരിക്കുമല്ലോ വസ്തു എഴുതേണ്ടത്. എനിക്ക് അത്രേ അറിയത്തുള്ളായിരുന്നു. ഇതിനകത്തൊരു ചതി ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കുട്ടി എന്ന് പറയും. ആ സമയത്ത് നിവിനും അങ്ങ് കാവേരിയുടെ സങ്കടം കാണുമ്പോൾ നല്ല വിഷമോ. പക്ഷേ കാവേരി പറയുന്നതും ഒക്കെ വെളിയിൽ നിന്നുകൊണ്ട് ശിവരാമൻ്റെ മകൻ ജഗന്നാഥൻ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജഗന്നാഥന് മനസ്സിലാവുന്നുണ്ട് അരവിന്ദൻ എന്ന് പറഞ്ഞ ആളുടെ കയ്യിൽ നിന്ന് അരവിന്ദൻ എന്ന് പറഞ്ഞ ആളുടെ പൈസ ചതിച്ചാണ് ജയപാലൻ വസ്തു മേടിച്ചിരിക്കുന്നുള്ള കാര്യം ജഗന്നാഥന് മനസ്സിലാവുന്നുണ്ട്. കാവേരിയുടെ കരച്ചിൽ കാണുമ്പോൾ നിവിൻ കാവേരി ആശ്വസിപ്പിച്ചിട്ടും ബാ കാവേരി നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം, സത്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് പോവുകയാണ്. ആ സമയത്ത് അവർ പിന്നെ എസ്റ്റേറ്റിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പിന്നെയും കാവേരി അങ്ങ് കരയുന്നുണ്ട്. പറയും, എൻ്റെ അച്ഛൻ വാങ്ങേണ്ട സ്ഥലമായിരുന്നു, അയാൾ എൻ്റെ അച്ഛനെ ചതിച്ച് ഈ വസ്തു കൈക്കലാക്കിയത് എന്നൊക്കെ പറഞ്ഞ് കാവേരി കരയുന്നുണ്ട്. ആ സമയത്ത് നിവിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ നിവിൻ ആ കോൾ എടുക്കുകയാണ്. അത് രാജേശ്വരിയാണ്. നീ എവിടെ നിവിൻ, എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു, ഞാനൊരു അർജൻറ്റ് കാര്യമായിട്ട് ഇച്ചിരി ദൂരെ നിൽക്കുവാമെന്ന് പറയും. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന്, എന്താ കാര്യം? എടാ, ജയപാലേട്ടൻ മേടിച്ച വസ്തുവില്ലേ ആ 5 ഏക്കർ, അതിൻ്റെ ഭൂമി പൂജയെന്ന്, നിന്നെ എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നത് അതിനായിട്ടെന്ന് പറയും. ഓ ആ ശരി, ഞാൻ വന്നേക്കാമെന്ന് പറയും. അപ്പോഴത്തേക്ക് കാവേരി അടുത്ത് പറയും, ആ വസ്തുവില്ലേ 5 ഏക്കർ, വസ്തുവിൻ്റെ ഭൂമി പൂജയാണ്, അതിനെ അമ്മ വിളിച്ചതെന്ന് പറയും. ഭൂമി പൂജയോ? ആ അതെ, ജയപാലനങ്ങൾ മേടിച്ച വസ്തു എന്നല്ലേ പറഞ്ഞേക്കെന്ന് പറയും. ഓഹോ, ഒരു കാരണവശാൽ ആ ഭൂമി പൂജ നടക്കരുത് നിവിൻ, അതിന് കാവേരിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ അത് തടയുമെന്ന് പറയും. ഞാൻ വീട്ടിൽ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരും, ഒരു കാരണവശാലും ആ ഭൂമി പൂജ നടക്കാൻ പാടില്ലെന്ന് പറയും. അങ്ങനെ കാവേരി വീട്ടിൽ വരികയാണ്. കാവേരി വീട്ടിൽ വരുന്ന സമയത്ത് കാവേരി വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഗംഗ വന്നിട്ട് ചോദിക്കും, എന്താ കാവേരി, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഇന്നലെ തൊട്ട് നിൻ്റെ മുഖം വല്ലാതിരിക്കുകയാണല്ലോ എന്ന് പറയും. ഒന്നുമില്ല ഗംഗച്ചി എന്ന് പറയും. എന്താ മോളെ കാര്യം പറയാൻ പറയും. അങ്ങനെ കാവേരി കാര്യങ്ങളെല്ലാം പറയുകയാണ്. നമ്മുടെ അച്ഛൻ മേടിക്കാനിരുന്ന 5 ഏക്കർ സ്ഥലം പൈസ ഉൾപ്പെടെ അയാളുടെ കയ്യിൽ കൊടുത്തതാണ്, ആ ജയപാലിൻ്റെ കയ്യിൽ. അയാൾ ആ പൈസയും മേടിച്ചുകൊണ്ട് ആ വസ്തു അയാളുടെ പേരിലാക്കിയതാണ് ഗംഗേച്ചി. നമ്മുടെ അച്ഛൻ്റെ പേരിൽ വഹിക്കുന്ന വസ്തുവായിരുന്നു 5 ഏക്കർ. കോടിക്കണക്കിന് രൂപ വിലയുള്ള വസ്തു അയാളുടെ പേരിലാക്കി ചതിച്ച് നമ്മുടെ അച്ഛനെ അയാൾ ചതിച്ചതാണ്. എന്നിട്ട് എൻ്റെ അച്ഛൻ ആ ചതി താങ്ങാൻ വയ്യാതെ എൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നൊക്കെ പറയും. ഉടനെ ഗംഗ പറഞ്ഞു, നീ സത്യമാണോ മോളെ പറഞ്ഞത്? അതെ, ഞാനും നിവിനെയും കൂട്ടിക്കൊണ്ട് ആ വസ്തു തന്ന ശിവരാമൻ എന്ന് പറഞ്ഞ സാറിനെ കാണാൻ പോയി. അയാൾ പറയുന്നത് ജയപാലൻ ആണ് വസ്തുവിനുള്ള പൈസ എല്ലാം കൊണ്ട് കൊടുത്തതെന്നും അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതെന്നുമാണ്. നമ്മുടെ അച്ഛനെ അയാൾ ചതിച്ചതാണെന്ന് പറയും. ഇത് കേട്ടോണ്ട് ശാരദയും രാധമ്മയും കൂടി വരുന്നത്, അയാൾ ആ ജയപാൽ ഇത്രയ്ക്ക് ഒരു ചതിയനായിരുന്നു എന്ന് ചോദിക്കും. അയാൾ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് കിടന്ന് എൻ്റെ അരവിന്ദേട്ടനെ ചതിച്ച് കൊന്നവനാന്നൊക്കെ പറഞ്ഞ് കിടന്ന് കരയാണ്. ആ സമയത്ത് കാവേരി പറയും, ഇപ്പം കരഞ്ഞിട്ട് കാര്യമില്ലമ്മേ, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. ഇപ്പം ആ വസ്തുവിൻ്റെ ഭൂമി പൂജ നടക്കുകയാണ്, അത് നമ്മൾ തടയണമെന്ന് പറയും. ഉടനെ അച്ഛമ്മ ചോദിക്കും, മോളെ അത് നമ്മളെങ്ങനെ തടയാൻ, നമ്മളങ്ങോട്ട് പോകണം, നമ്മളങ്ങോട്ട് പോയാൽ അതിന് പ്രശ്നമാവില്ലേ എന്ന് രാധമ്മ ചോദിക്കും. പ്രശ്നമാവട്ടെ, പ്രശ്നമാവാൻ വേണ്ടി തന്നെ അങ്ങോട്ട് പോകുന്നത്, ഒരു കാരണവശാലും ആ ഭൂമി പൂജ നടക്കാൻ പാടില്ല, അവിടെ ആ രാജേശ്വരിയും എല്ലാവരും ഉണ്ടെന്ന് പറയും. ഉടനെ പറയും, നിങ്ങൾക്ക് ആർക്കും വരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുമെന്ന് പറയും. എന്തായാലും അത് നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, നിൻ്റെ അച്ഛൻ്റെ ആത്മാവ് പോലും അതിന് സമ്മതിക്കത്തില്ലെന്ന് പറയും. ഉടനെ ശാരദയൊക്കെ പറയും, വേണ്ട, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും കൂടി വരാമെന്ന് പറയും. അങ്ങനെ കാവേരിയും യമുനയും ഗംഗയും നിളക്കുട്ടിയും അച്ഛൻ രാധമ്മയും ശാരദയും എല്ലാം കൂടി ചേർന്ന് അങ്ങോട്ട് ആ 5 ഏക്കർ വസ്തുവിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് പൂജാരിയൊക്കെ വന്ന് അവിടെ ഭൂമി പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എല്ലാവരുമൊക്കെ വന്നിട്ടുണ്ട്. അവിടെ രാജേശ്വരിയും ജയപാലനും എല്ലാവരും വരികയാണ്. ആ സമയത്ത് രാജേശ്വരി അവിടെ നിൽക്കും. നീ വന്നില്ലേ രാജി എന്ന് ചോദിക്കും. ആ ഇപ്പം വരും ജയപാലേട്ടാന്ന് പറയും. ഞാൻ അവനെ ഇത്ര സമയം കൊണ്ട് വിളിക്കാമെന്നറിയാവോ? ഇനി ഇത് പൂജ കഴിഞ്ഞതിന് ശേഷം വേണം ഇനി നല്ലൊരു തീരുമാനമൊക്കെ എടുക്കാൻ. രാഗിണി എത്രയും പെട്ടെന്ന് തന്നെ വരും. വന്നു കഴിഞ്ഞാൽ ഉടനെ കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അവനെയും കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വസ്തു മേടിച്ചിരിക്കുന്നത്. കല്യാണത്തിന് ശേഷം അവൻ്റെ ഇഷ്ടത്തിന് ഈ വസ്തു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിനിയോഗിക്കാം എന്നൊക്കെ പറയും. അതൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് അവൻ ചെയ്യട്ടെ ജയപാലേട്ടൻ, ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ലെന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അരവിന്ദൻ്റെ കുടുംബാംഗങ്ങളെല്ലാം കൂടി അങ്ങോട്ട് വരുന്നത്. ഒരിക്കലും ജയപാലൻ പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് ഇവിടെ ഇവർ വരുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു പതർച്ചയിലാണ് ജയപാലൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കഥയും വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.